ഹായ് ഓൾ, ഇറ്റ്സ് സാറ്റർഡേ മോർണിംഗ്. 2-3 ദിവസമായിട്ട് അത്ര നല്ല മോർണിംഗ് ഒന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, വ്യൂസൊക്കെ കുറഞ്ഞു വരുവാണ്. 1K ഒക്കെ ഒരു ദിവസം കൊണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ദിവസം എടുത്തിട്ടൊന്നും 1K ആവുന്നില്ല. താല്പര്യം ആൾക്കാർക്ക് കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ മോസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് എൻ്റെ മോർണിംഗ് റുട്ടീനാണല്ലോ, അല്ലെങ്കിൽ കുക്കിങ്ങും ഡേയും ഒക്കെ. അത് കണ്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. എന്നാലും അതൊക്കെ കൊണ്ട് തന്നെ സത്യത്തിൽ ഇന്നലെ രാത്രി ഞാൻ ഇതിൻ്റെ ഓഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടുമില്ലായിരുന്നു, ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുമില്ലായിരുന്നു. വെറുതെ ഒരു വാശി പോലെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഇട്ട 3 വീഡിയോയ്ക്ക് 1K വ്യൂസ് ആയിട്ട് അടുത്ത വീഡിയോ ഇടാമെന്നുള്ളത്. പക്ഷെ പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യും കാലുമൊക്കെ കുരുക്കുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമല്ലേ. അതുമല്ല, 2-3 പേര് എന്നോട് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും, അതായത് ഞാനൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ ഇൻസ്റ്റയിലായാലും FBയിലായാലും ഒക്കെ പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന 2-3 പേരുണ്ട്. ഡെയിലി അഭിപ്രായം പറയുന്നവർ, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ, വിളിക്കുന്നവർ. അപ്പോൾ അവരൊക്കെ പറയും, ചേച്ചി അങ്ങനൊന്നും പറയില്ലേ, വീഡിയോ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ചില ദിവസങ്ങളിൽ പോയി പഴയ വീഡിയോ ഒക്കെ എടുത്തിരുന്ന് കാണുകയാണ് ചെയ്യാറ്, അത്രയ്ക്ക് മിസ് ചെയ്യും, അതുകൊണ്ട് വീഡിയോ ഇടണേ. അപ്പോൾ പിന്നെ അവരെ ആലോചിച്ചപ്പോൾ ഒന്നെങ്കിൽ 1, രണ്ടെങ്കിൽ 2. അവർക്ക് ഞാൻ പ്രിയപ്പെട്ടതായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്ന് രാവിലെ ധൃതി പിടിച്ച് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വന്നിട്ട് ലഞ്ച് കഴിക്കാതെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഓഡിയോ ആഡ് ചെയ്യുന്നത്. എന്നാലേ വൈകിട്ട് ഇതെനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. വൈകുന്നേരം പിരിവിന് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ. മാവ് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, നമ്മൾ ഈവനിങ് റുട്ടീൻ ഇട്ട വീഡിയോയിൽ മാവ് എടുത്ത് വെക്കുന്ന സീൻ ഞാൻ കാണിച്ചിരുന്നു. അതിൽ പ്രത്യേകിച്ച് രാത്രി ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ രാവിലെ അതിൽ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പരിപ്പൊക്കെ ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങുന്നത്. പരിപ്പിനുള്ള ചെറിയുള്ളി ഞാൻ ഇന്നലെ അരിയാൻ മറന്നുപോയി, പച്ചക്കറികൾ മാത്രമേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പരിപ്പെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ചെറിയുള്ളി അരിഞ്ഞിട്ടില്ല എന്നോർത്തത്. പിന്നെ 2-3 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞ് അതിലിട്ടിട്ട് പരിപ്പ് ഗ്യാസിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഇഡ്ഡലി വെക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ ഇഡ്ഡലി മാവ് ഇത്തിരി ഇളകി വരാൻ പാടായിരുന്നു കേട്ടോ, ഈ സെറ്റപ്പൊക്കെ ചെയ്ത്. പിന്നെ ഇത് കണക്ക് ഇളകി വരാനായിട്ട് ഞാൻ മാവ് ഇഡ്ഡലി ആയി കഴിയുമ്പോഴത്തേക്ക് ഈ തട്ട് രണ്ടും വെള്ളം നനയ്ക്കാറുണ്ട്, തട്ടിൻ്റെ ബാക്ക് സൈഡ് രണ്ടും. ആ പൊടിക്കൈയൊക്കെ ചെയ്തിട്ടും സംഭവം ഇന്ന് ഒട്ടിപ്പിടിച്ചൊക്കെയാണ് വന്നത്. അത് ഈ വീഡിയോയിൽ വഴിയേ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇഡ്ഡലി മാത്രമല്ല, ഇന്നത്തെ ദിവസമേ കുളമാണ്. നിങ്ങളെൻ്റെ ഫേസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ ഇന്നലെ ഒരുപാട് കരഞ്ഞു കേട്ടോ. കുറേ എന്തുവാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർ, നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ ഈ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, അതുപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാലും എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഈവൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇതങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കരഞ്ഞു തുടങ്ങും. അതെൻ്റെ വളരെ വലിയൊരു വീക്ക്നെസ്സാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു ഹാബിറ്റാണത്. അപ്പോൾ അങ്ങനെ ഞാൻ കരഞ്ഞു പറയുമ്പോൾ ആൾക്കാർക്ക് ഞാൻ അപേക്ഷിക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ടായിരിക്കും വീണ്ടും ഇത് എൻ്റെ അടുത്ത് അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് നടക്കുമെന്ന് അറിയത്തില്ലെങ്കിലും ഇനി എൻ്റെ ഭാഗം സംസാരിക്കുമ്പോൾ കരയാതെ സംസാരിക്കണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്തതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെജിറ്റബിൾസ് വെച്ചിരുന്നത്, അതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൗഡർ, പിന്നെ കായത്തിൻ്റെ ആ കുപ്പി തുറക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനൊരു പാക്കറ്റിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് തട്ടിയിട്ട് ആ കുപ്പി അടച്ച് വെച്ചിരുന്നപ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതേ പാക്കറ്റോടെ തന്നെ തിരിച്ചിറക്കി നന്നായിട്ട് അടച്ച് വയ്ക്കും, അപ്പോൾ കട്ട പിടിക്കുന്നില്ല. കായത്തിൻ്റെ കുപ്പി അറിയാമല്ലോ, ചെറിയ ഹോൾസ് ഇട്ടാലും നമുക്ക് കുപ്പിയിൽ നിന്ന് ഇങ്ങനെ തട്ടാം, പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ കായം കട്ടി പിടിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഈ വെജിറ്റബിൾസ് വേവാനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, അതോടുകൂടി വേവാനുള്ള പച്ചക്കറികളെ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ഞാൻ വേറൊരു തീരുമാനവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, തിരിച്ച് ദേഷിക്കുകയാണ്. അതായത് ഒരാൾ നമ്മളെ അടുത്ത് ഇപ്പം ഞാൻ ഡിസേർവ് ചെയ്യാത്തൊരു കാര്യം എൻ്റെ തലയിലോട്ട് വെക്കുന്നു എന്നെനിക്ക് തോന്നിയാൽ ഐ ഹാവ് ഡിസൈഡഡ് ടു ഡിഫെൻഡ് മൈസെൽഫ്. അത് എൻ്റെ ചെറുപ്പം തൊട്ട് ഏതാണ്ട് കഴിഞ്ഞൊരു 2 വർഷം മുന്നേ വരെ ആരെന്ത് പറഞ്ഞാലും ഞാനങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പോകത്തില്ല. ഞാൻ ഫുള്ള് കേട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഞാൻ എന്തായാലും അന്നേരം തിരിച്ചു പറഞ്ഞാലും നിങ്ങളിത് കേൾക്കത്തില്ല, ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ റീഡ് ദിസ്, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇനി അത് ചെയ്യുന്നില്ല എന്നും ഞാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ചുറ്റും ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു നെഗറ്റീവ് ഓറയാണുള്ളത്.
ആദ്യമൊക്കെ ഞാനിപ്പം അങ്ങനെ ഇപ്പോൾ എന്നെ ഈ മെൻ്റലി ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് പീപ്പിൾ ആദ്യമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ചേച്ചിയല്ലേ, എൻ്റെ ആൻറ്റിയല്ലേ, അല്ലെങ്കിൽ എൻ്റെ അല്ലേ, എൻ്റെ ആളല്ലേ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാനത് കളയും. പക്ഷേ ഇപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ അത് ഒരു തരത്തിൽ ഐ ആം ഗിവിങ് ദം ഓൾ പെർമിഷൻ എന്നെ അങ്ങനെ പറയാൻ, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യാൻ, എൻ്റെ ക്യാരക്ടറിന് ഒരു ജഡ്ജ്മെൻ്റൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ അവർക്കൊക്കെ ഞാനിങ്ങനെ മിണ്ടാതിരുന്ന് ഞാനിങ്ങനെ പെർമിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ പെർമിഷനും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരായാലും തന്നെ എനിക്ക് നിരക്കാത്തത്, എൻ്റെ സത്യത്തിനും തെറ്റിനുമൊക്കെ നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ഡിസൈഡഡ് ടു ഡിഫെൻഡ്. അതിൻ്റെ പേരിൽ തന്നെ ചെറുപറ 2-3 അടികളൊക്കെ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷെ അതും കൊള്ളാം കേട്ടോ. അറ്റ്ലീസ്റ്റ് എൻ്റെ മൈൻഡിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഖത്ത് നോക്കി, എൻ്റെ മുഖത്ത് നോക്കി ഒരു മടിയുമില്ലാതെ അവർക്ക് പറയാൻ പറ്റുന്നെങ്കിൽ അവർക്ക് വിഷമാവുമെന്ന് കരുതി ഞാനത് പറയാതിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിലൊരു റീലിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് മിക്കപ്പോഴും ഈ പണികളൊക്കെ കിട്ടാറുള്ളത് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ബേഗോൾസ് അങ്ങനെയാണെന്നല്ല കേട്ടോ. ഐ എം വെരി ലക്കി ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. അതിന് മുമ്പ് വരെ ഫ്രണ്ട്ഷിപ്പ് സൈഡിൽ നിന്നാണ് എനിക്ക് പണികൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, പോട്ടെ നമുക്കങ്ങ് ബാക്ക് ഓഫ് ചെയ്യാം, അവർക്ക് നമ്മളെ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ വേണ്ട, നമ്മളങ്ങ് മാറിയേക്കാം. പക്ഷേ ഇനി അങ്ങനെ ചെയ്താൽ ഞാൻ ഒരിടത്തും ഇല്ലാതാവത്തില്ലേ? ബിക്കോസ് ശരിയാണ്, നമ്മളെക്കാളും മുതിർന്നവരായിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാളും ഇളയവരായിരിക്കാം, പക്ഷേ എല്ലാവരുടെ ഭാഗത്തും ശരികളുണ്ടാവും. നമുക്കെല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിച്ചാൽ, അതായത് ലൈഫിൽ നമുക്കെല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളൊന്നും പഠിക്കത്തില്ല. വി വിൽ ലേൺ നത്തിങ് ഫ്രം ലൈഫ് ഇഫ് വി തിങ്ക് വി ആർ ഓൾവേസ് റൈറ്റ്. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നിതുവരെ അങ്ങനെ പറയാൻ പോയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഏജ് ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു ലൈൻ ഫോളോ ചെയ്യും. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. എന്നെ എറിയുന്ന അതേ കല്ലുകൊണ്ട് തന്നെ ഞാനെടുത്ത് തിരിച്ചറിയും. അത് എൻ്റെ ഒരു ഏജ് വരെ ഓക്കെ, എന്നെക്കാളും വയസ്സിന് ഇളയവരായാലും ഓക്കെ. പക്ഷേ ഞാൻ ബഹുമാനം കൊടുത്ത് നിർത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ അത് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു വഴി നോക്കണം, അല്ലേ? അതായത് എനിക്ക് തിരിച്ചവരെ അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ റെസ്പെക്ട് പീപ്പിൾ ഫോർ വാട്ട് ദേ വെയർ ടു മീ. എനിക്ക് ഒരാൾ എന്നെ വിഷമിപ്പിച്ചാൽ അയാൾ എന്നെ ഇതിന് മുമ്പ് അയാൾ ചെയ്ത ഒരു നന്മ അല്ലെങ്കിൽ അയാൾ ചെയ്തൊരു ഗുഡ് തിങ് ഞാൻ ആലോചിക്കും. അപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നത്തില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഐ ഹാവ് ഡിസൈഡഡ് ടു, അതങ്ങനല്ല, ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിലും മതി, എന്നെ ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ തിരിച്ച് ചോദിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു. ഇനി അതിൻ്റെ പേരിൽ എന്തുണ്ടായാലും ഞാൻ സഹിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞു. ഈ പല സൈഡിൽ നിന്നാകുമ്പോഴേ, നമ്മളിപ്പോൾ രാവിലെ നമുക്ക് തലവേദന എടുത്തിരിക്കുന്നു എന്ന് വെച്ചോ, ഉച്ചയായപ്പോഴത്തേക്കൊരു വയറുവേദന എടുത്തു എന്ന് വെച്ചോ, വൈകുന്നേരം കാലം ഏതെങ്കിലും മേശ തട്ടുമ്പോൾ ആ മേശ എടുത്ത് എറിഞ്ഞ് കളയാൻ നമുക്ക് തോന്നത്തില്ലേ? കാരണം നമ്മൾ ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി പറഞ്ഞ് ഞാൻ കാട് കയറുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ പുതിയ തീരുമാനങ്ങൾ. ഇനി എനിക്ക് പള്ളിയിലോട്ടൊന്ന് പോകണം കേട്ടോ. നോട്ടീസിൻ്റെ പ്രൂഫ് അച്ഛനെ കാണിക്കാനുണ്ട്. അപ്പോൾ എഗ്ഗ് ഇട്ട്, നമ്മളിത് ഓൾറെഡി മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. അതിലധികം പെപ്പർ പൗഡർ ചേർത്തിട്ടില്ലായിരുന്നു. കുറച്ച് പെപ്പർ പൗഡറും ഒരു മുട്ടയൊക്കെ ചേർത്ത് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചോറും വെച്ചിട്ടുണ്ട്. തിരിച്ച് വന്നിട്ട് ചിക്കൻ പൊരിച്ചെടുത്താൽ ചിക്കൻ പൊരിച്ചതും സാമ്പാറും പപ്പടവും ഒക്കെ കൂട്ടി ലഞ്ച് കഴിക്കാമല്ലോ. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മിനിയാൻ്റിയുടെ കടയിൽ പോയി, ഞങ്ങൾ പള്ളിയിൽ പോയി അച്ഛന് നോട്ടീസിൻ്റെ പ്രൂഫ് കാണിച്ചു. ഒരു ആർച്ച് സ്പോൺസർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇരവിപുരത്ത് തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ പോയി. അവരത് സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഇനി നമുക്ക് ഒരു ആർച്ചും കൂടെ വേണം. അതിനി വേറെ ഏതെങ്കിലും സ്പോൺസേഴ്സിനെ കാണാൻ പോകണം പിന്നീട്. എന്നിട്ട് ഓടിപ്പിടച്ച് ഒരു 12:30-12:45 ഞാൻ തിരിച്ചു വന്നു. വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിരുന്നു. പിന്നെ എഗ്ഗ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ക്രസ്റ്റ് നല്ല, ചിക്കൻ്റെ മേൽഭാഗം നല്ലൊരു മുരുമുരായിരിക്കും കേട്ടോ. ഒരു KFCയുടെ വകയിലൊരു അമ്മാവനായിട്ടൊക്കെ കിട്ടും. അത് കുക്കു സാറിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എഗ്ഗ് ഇട്ടത്. പിന്നെ കറികൾ അധികം വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോഴേക്ക് പോകുന്നതിന് മുമ്പ് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കുവാണ്. വീണ്ടും എനിക്ക് സ്റ്റോറേജ് സ്പേസസ് ഞാനുമായിട്ടാണ് ഒട്ടും ഇവിടെ ചേരാത്തത്. ഇതൊന്നും എനിക്ക് എത്തത്തില്ല. ഇപ്പോൾ സ്റ്റൂൾ ഇട്ടാലും ഈ അറ്റം എത്തുമെങ്കിലും ആ ഒരു കോർണർ എനിക്ക് എത്തത്തില്ല.
ഞാനിങ്ങനെ പല പണിയും നോക്കിയിട്ട് അവസാനം അതിൽ കയറി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാമറ ഓണാണ്. പിന്നെ നിങ്ങൾ പറയും കൗണ്ടർ ടോപ്പിലാണോ കയറി നിൽക്കുന്നത്, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാലോ, അതുകൊണ്ട് മുട്ടുകുത്താമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തല ഫ്രെയിമിൻ്റെ മുകളിൽ പോവും. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ കുക്കു സാറിന് ലഞ്ച് കൊടുക്കണം, നിലുവിനും കൊടുക്കണം. നിലു അമ്മയും കൂടെ അവിടെ ലിലിയംസ് വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ ഇത് വളരെ ഒരു ബാഡ് ഡേ ആണ്. ഞാൻ വളരെ ഒരു ബാഡ് ഫേസിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തീരെ ഒരു എന്താ പറയുന്നത്, അവർക്ക് എന്നെ ഒരു കുഞ്ഞായിട്ട് ഇപ്പോഴും കാണുന്നത് എനിക്ക് അൺസഹിക്കബിളാണ് കേട്ടോ. ശരിയാണ്, ഞാൻ ഇവിടുത്തെ എല്ലാവരുടെയും കുഞ്ഞുമാവ് തന്നെയാണ് ഞാൻ. പക്ഷേ അതെന്നെ ഭരിക്കാനുള്ള ലൈസൻസ് അല്ല. എന്നെ അങ്ങനെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് എന്തറിയാം, നിനക്കൊരു തേങ്ങ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അക്കാഡമിക് ഓഫീസറായിട്ടാണ് ഞാനിരിക്കുന്നത്. ഒന്നും അറിയാത്ത ഒരാൾ അവിടം വരെ എത്തത്തില്ലല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ് അതിലേക്ക് പോയി. അതെൻ്റെ മൈൻഡിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ കുക്കു സാറിനുള്ള ചോറിട്ടു, സാമ്പാറിട്ടു, പപ്പടം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ ആ ഡബ്ബ കുലുക്കിയാണ് കിച്ചണിലോട്ട് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയി. അതിന് കുഴപ്പമില്ല, ആലനും മനസ്സിലാവും മകൻ്റെ കരവിരുത് കാണട്ടെ. അങ്ങനെ കുക്കു സാറിന് ചോറ് കൊടുത്തു. നിലുവിന് അമ്മ ഓൾറെഡി ലിലിയംസിൻ്റെ അടുത്തുനിന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പപ്പടം കട്ട് തിന്നാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നമ്മൾ ഒരു റേ ഓഫ് ഹോപ്പ് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുമല്ലോ. നമ്മളിങ്ങനെ മൊത്തത്തിലിങ്ങനെ സാഡായിട്ട് മൂടിയായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വെളിച്ചം എവിടെന്നെങ്കിലും വരും എന്ന് പറയുന്നത് പോലെ എന്നെ തേടിയും ഇന്നത്തെ ദിവസം, അതായത് ദിസ് ഇസ് ട്യൂസ്ഡേ, ഒരു ചെറിയ വെളിച്ചം വന്നിരുന്നു. ഗൂഗിൾ ആഡ്സൻസിൻ്റെ പിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പല പോസിലും രൂപക്കുട്ടൻ ഞങ്ങളെ കൊണ്ട് ഫോട്ടോ എടുത്ത് നോക്കി. അവസാനം എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അത് ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി എന്തോ ട്രോഫി കിട്ടിയ പോലെയൊക്കെ മസിലും പിടിച്ച് നിന്നിട്ടൊരു ഭംഗിയില്ല. പിന്നെ മാമനും പിള്ളേരും കൂടെ അവിടെ കിടന്ന് ബഹളവും കളിയൊക്കെയായി. നിലുവിൻ്റെ ഇടയിൽ രൂപക്കുട്ടൻ കൊള്ളാത്തതിനാണ് കേട്ടോ അവൻ കരയുന്നത്. ഇത് വൈകുന്നേരം ഞങ്ങൾ പിരിവിന് പോകുന്നതാണ്. ഞാൻ ഒത്തിരി താമസിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ കണ്ണീരും കഥയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ബബിയൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് വെക്കണേന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന്, ഇവിടെ ആർക്കും ചായ ഇട്ടില്ല, അമ്മ പതുക്കെ ചായ ഇട്ടോളും. അതുകൊണ്ട് ബബിയൻ്റെ അടുത്ത് നിന്ന് കട്ടൻ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇത് ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങളുടെ പഴയ ഓട്ട് കമ്പനി പൊളിച്ച സ്ഥലം ഇപ്പോൾ ഇങ്ങനെയായി കേട്ടോ, നല്ല ഗ്രീനറി അത് കാണാനായിട്ട്. അതുകൊണ്ട് അത് ഫ്രെയിമിലെടുക്കാമെന്ന് വെച്ചു. ഇത് ചെട്ടിനട ക്ഷേത്രമാണ്, ഇരവിപുരം ജംഗ്ഷനിലുള്ള. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുറച്ച് ഹിന്ദുസും കുറച്ച് ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പിരിവിന് പോയി കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചിരിക്കുന്ന കണ്ടിട്ട് ഞങ്ങളിങ്ങനെ അനങ്ങാതെ പോയപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു അതെന്താ ഇവിടെ പിരിക്കാത്തതെന്ന്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളും മാതാവിൻ്റെ അടുത്ത് കിടക്കുന്നതല്ലേന്ന്. അങ്ങനെ അവിടെ നിന്ന് പിരിവൊക്കെ മേടിച്ചു. ഇന്നത്തെ പിരിവ് വൈൻഡപ്പ് ചെയ്ത് നാരങ്ങ വെള്ളം കുടിച്ച് വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.